KSUവിൻ്റെയും MSFിൻ്റെയും പ്രവർത്തകർ സംഘടിച്ചെത്തി സംഘർഷം സൃഷ്ടിക്കുകയാണ്. അവിടെ SFIയുടെ മേൽക്കൈയാണ് സ്വാഭാവികമായും അവരെ അസ്വസ്ഥപ്പെടുത്തുന്നത്. ഇന്നുണ്ടാകുന്ന പ്രകോപനങ്ങളുടെ പ്രധാന കാരണം UUC-മാരാണ്, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാരാണ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത്, വോട്ട് ചെയ്യുന്നത്. പക്ഷേ ഇല്ലാത്തൊരു UUC-യെ മറ്റൊരാളെ വെച്ച് വോട്ട് ചെയ്യാനായി MSF ശ്രമിക്കുന്നു. ആ ഒരു ശ്രമത്തെയാണ് അവിടെ ജനാധിപത്യ വിശ്വാസികൾ തടയുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പ്രകോപിതരായ KSU MSF പ്രവർത്തകർ സംഘടിച്ചെത്തി സംഘർഷം സൃഷ്ടിക്കുന്നത്. SFIക്ക് അത് ചെറുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഒപ്പം പോലീസ് അവിടെ ഇടപെട്ട് ആ സംഘർഷത്തിന് അയവ് വരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അങ്ങനെ പോലീസ് ശ്രമിക്കുന്നതിനിടയിലാണ് KSUവിൻ്റെയും MSFിൻ്റെയും പ്രവർത്തകർ, പ്രധാനമായും MSFുകാരാണ് അവിടെ ഉള്ളത്, സന്തോഷ് നേരത്തെ റിപ്പോർട്ട് ചെയ്തത്, MSF പ്രവർത്തകർ കല്ലും കമ്പും ഒക്കെ പോലീസിന് നേരെ പോലും വലിച്ചെറിയുന്ന സാഹചര്യമുണ്ടായി. പോലീസിനെ സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കണ്ണൂർ സർവകലാശാല ക്യാമ്പസിലെ ഏറ്റവും തത്സമയ ദൃശ്യങ്ങളടക്കമുള്ള വിവരങ്ങളിലേക്ക് സന്തോഷ് ഒരിക്കൽ കൂടി വരുന്നത്. സന്തോഷ്, എന്തവിടെ, എന്തിപ്പോൾ സാഹചര്യം? അജിൻഷാദ്, ഇപ്പോൾ MSFുകാർ നടത്തിയിട്ടുള്ള കൈരളി ന്യൂസിന്റെ ക്യാമറ ഉൾപ്പെടെ തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തത്സമയമായിട്ടുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ കൊടുക്കാൻ കഴിയുന്നില്ല. നേരത്തെ ഉള്ള ദൃശ്യങ്ങളാണ് കൊടുക്കുന്നത്. വലിയ കല്ലേറും അതോടൊപ്പം തന്നെ ഹെൽമറ്റും എടുത്ത് എറിയുകയാണ് ഉണ്ടായത് ഒരു ഭാഗത്തേക്ക്. നിരവധി ക്യാമറകൾക്കെല്ലാം കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. മീഡിയ ക്യാമറകൾക്കും അതോടൊപ്പം തന്നെ പോലീസിനും എല്ലാം തന്നെ പരിക്കേറ്റിട്ടുണ്ട്. വലിയ സംഘർഷമാണ് ഇപ്പോൾ. ഈ കൈരളി ന്യൂസിനെ ബോധപൂർവ്വം എറിഞ്ഞതാണോ അതോ ആ സംഘർഷത്തിൽ നമ്മുടെ ക്യാമറയ്ക്ക് പരിക്കേറ്റതാണോ? ഈ ഒരു സംഘർഷത്തിൽ മറ്റ് ക്യാമറകൾക്ക് കൂടി തകർന്നിട്ടുണ്ട്. MSFുകാർ വ്യാപകമായിട്ടുള്ള കല്ലേറാണ് ക്യാമറകൾക്ക് നേരെ മീഡിയ പ്രവർത്തി ഇപ്പോഴും അത് തുടരുകയാണ്. ഇവിടെ നിരവധി ബൈക്കുകൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ ബൈക്കുകൾക്ക് മുകളിലെല്ലാം തന്നെ ഈ ഹെൽമെറ്റ് വെച്ചാണ് വിദ്യാർത്ഥികൾ ഇന്നിവിടെ മറ്റ് ക്ലാസ്സുകളും കാര്യങ്ങളും നടക്കുന്നുമുണ്ട് അവിടേക്ക് പോയത്. ആ വാഹനങ്ങളിൽ ഉണ്ടായിരുന്ന, ഇരുചക്ര വാഹനങ്ങളിൽ ഉണ്ടായിരുന്ന ഹെൽമെറ്റ് എടുത്താണ് വലിയ പോലീസിന് നേരെയും ഏറുണ്ടായി. അതോടൊപ്പം തന്നെ ഈ മാധ്യമങ്ങൾക്ക് ആ ഭാഗത്ത് തന്നെയാണ്, പോലീസിന്റെ ഭാഗത്താണ് മാധ്യമങ്ങൾ നിലയുറപ്പിച്ചിരുന്നത്. അവർക്ക് നേരെയും വലിയ കല്ലേറാണ് ഉണ്ടായത്. ആ രീതിയിലാണ് കൈരളിയുടെ ക്യാമറയ്ക്ക് പോലും ആ കല്ലേറിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണ്. അജിൻഷാദ്, നമ്മൾ ഈ കണ്ണൂർ സർവകലാശാല ക്യാമ്പസിൽ നേരത്തെ ഒരു തരത്തിലും തിരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള സംഘർഷം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത്തവണ വലിയ വിഭാഗം ഈ MSF പ്രവർത്തകർ കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രമല്ല, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് ഉൾപ്പെടെ ബസ്സുകളിലാണ് ഇവിടേക്ക് ആളുകൾ എത്തിയത്, തമ്പടിച്ചത്. നൂറുകണക്കിന് MSF യൂത്ത് ലീഗ് പ്രവർത്തകരാണ് ക്യാമ്പസിൽ തമ്പടിക്കുകയും രാവിലെ മുതൽക്ക് തന്നെ സംഘർഷം ഉണ്ടാക്കുകയും ചെയ്തത്. അതിന് കാരണം മറ്റൊന്നല്ല, തിരഞ്ഞെടുപ്പ് അട്ടിപ്പറിക്കുക എന്നുള്ളത് മാത്രമാണ് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഇവിടെ തിരഞ്ഞെടുപ്പ് നടന്നാൽ വലിയ ഭൂരിപക്ഷത്തിൽ SFI ജയിക്കുന്ന സ്ഥലമാണ്. MSFനോ അല്ലെങ്കിൽ KSUവിനോ കണ്ണൂർ സർവകലാശാലയിൽ അത്തരത്തിൽ പ്രധാന സീറ്റുകളിലൊന്നും ഇതുവരെ ജയിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിൽ ഇതുവരെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു രീതിയിൽ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ സംഘർഷമുണ്ടാക്കി തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കേണ്ട സാഹചര്യം SFIയെ സംബന്ധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ ഒരു തിരഞ്ഞെടുപ്പ് നേരത്തെ നമ്മൾ മറ്റ് കാലിക്കറ്റിൽ ഉൾപ്പെടെ കണ്ടതാണ്. അട്ടിമറിക്കാനുള്ള ശ്രമം, അതായത് തിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ അവിടെ വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത് MSFന് അറിയാം. അതുകൊണ്ട് തന്നെ സംഘർഷമുണ്ടാക്കി തിരഞ്ഞെടുപ്പ് നിർത്തിവെപ്പിക്കുകയോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് റദ്ദാക്കുകയോ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകും എന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ടാണ് ഈ രീതിയിൽ സംഘടിതമായിട്ടുള്ള ഒരു സംഘർഷം ഇപ്പോൾ കണ്ണൂർ സർവകലാശാലയിൽ MSFന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്.